ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു നല്ലൊരു സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്, അതായത് പാലക് പറാത്ത. അപ്പോൾ ഈ ഒരു പാലക് പറാത്തക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് ചെളി ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ പോകാനായിട്ട് അരിപ്പിലിട്ട് വെച്ചിട്ട് എടുത്തിട്ടുള്ള പാലക്കാണ്. ഇതിൻ്റെ തണ്ട് കുറേ അധികം ഉണ്ടാവും, തണ്ട് ഒഴിവാക്കി ലീഫ് മാത്രം എടുത്തതാണ്. പിന്നെ ഇതിലേക്ക് ഒരു കപ്പോളം ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഈ ഒരു പറാത്തക്ക്. പിന്നെ ഞാനിവിടെ കുറച്ച് ഒരു ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 10 അല്ലി ചെറിയ അല്ലിയാണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ഒരു 2-3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മസാലപ്പൊടികളായിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വേണം, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണേനേക്കാളും നല്ലത് മണമില്ലാത്ത ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, ഇതിൻ്റെ ചെറിയ കളറൊക്കെ മാറി. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതുപോലെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലക്ക് ഇപ്പോൾ ഒരുപാട് പാലക്കുള്ളതായിട്ട് തോന്നും, പക്ഷേ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇലകളൊക്കെ. അപ്പോൾ ഇലയിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ഞാനിതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പറാത്തക്ക് കൂടിയിട്ടുള്ള ഉപ്പാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഉപ്പിടാതെ മാവ് കുഴക്കുന്ന ടൈമിൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആവശ്യമാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഗോതമ്പ് മാവിലേക്ക് ഈ പേസ്റ്റ് ഇട്ടിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ഇട്ട് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഈ മിക്സിയിൽ ഇട്ടിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പ് കുറച്ചുകൂടി വേണമെന്നാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പാലക്കിൽ ഉപ്പ് നന്നായിട്ട് ഇട്ടതുകൊണ്ട് ഇതൊരു കറക്റ്റ് പാകത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം ടൈറ്റ് ആവാനും പാടില്ല, ലൂസായി പോകാനും പാടില്ല. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു 6 പറാത്തക്കുള്ള ഉരുളകളാണ് ആക്കിയെടുക്കുന്നത്. അപ്പം നമ്മുടെ പറാത്തയുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓരോ ബോൾസും ഇതുപോലെ നല്ലതായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലുള്ള പറാത്ത ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് പരത്തുമ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇട്ട് പരത്തുന്ന ടൈമിൽ ഒരുപാട് ഗോതമ്പ് പൊടി ഇടുകയാണെങ്കിൽ പറാത്ത നല്ല ഹാർഡായി മാറും. അപ്പോൾ ഏറ്റവും കുറച്ചിട്ട് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ തന്നെ ആ ഒരു തിക്നെസ്സിൽ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 6 നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായി കിടക്കുന്ന തവയിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നന്നായി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇടുക. ഇതിപ്പോൾ ജസ്റ്റ് ഇതുപോലെയുള്ള ബബിൾസൊക്കെ ഫോം ചെയ്യുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ചുട്ടെടുക്കാം. അതിൻ്റെ ഇടയിൽ താല്പര്യം ഉണ്ടെങ്കിൽ ബട്ടറോ ഗീയോ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആവും.
അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്. പാലക്ക് കറിയൊക്കെ വെച്ചാൽ കഴിക്കാത്ത കുട്ടികൾ പോലും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പിക്കിളിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെയൊക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാ പറാത്തയും ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന ഈ ഒരു ചുവന്ന സബ്സ്ക്രൈബ് എന്നെഴുതിയത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ ഓൾ, പേഴ്സണലൈസ്ഡ്, നൺ എന്ന് 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക്